ഹ്യൂമാനിറ്റീസ് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് നമ്മുടെ +1 പൊളിറ്റിക്കൽ സയൻസ് ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്ന കുട്ടികൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ 5 ചാപ്റ്റേഴ്സിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളുടെ വീഡിയോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹോം പേജിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ 6 മുതൽ 10 വരെയുള്ള ചാപ്റ്റേഴ്സ് നോക്കാം. ഇംഗ്ലീഷും മലയാളത്തിലും ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. സോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ 6ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഏതാണ്? നീതിന്യായ വിഭാഗമാണ്, ജുഡീഷ്യറിയാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ആദ്യം തന്നെ ജുഡീഷ്യറിയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, നീതിന്യായ വിഭാഗത്തിൻ്റെ സ്വാതന്ത്ര്യം, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക് ഒന്ന് നോക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇവിടെ പറയുന്നത് ജഡ്ജിമാരുടെ അപ്പോയിൻമെൻറ്റ്, അതായത് ജഡ്ജിമാരുടെ നിയമനത്തെ പറ്റിയിട്ടും പറയുന്നുണ്ട്. പിന്നെ ഈ ജഡ്ജിമാരെ നീക്കം ചെയ്യുന്ന കാര്യം, ന്യായാധിപന്മാരെ നീക്കം ചെയ്യൽ, റിമൂവൽ ഓഫ് ജഡ്ജസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്നൊക്കെ നമുക്ക് എന്താ പറയുക, വൺ വേർഡ്സ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ചു വെക്കുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഏത്, സ്ട്രക്ചർ ഓഫ് ദ ജുഡീഷ്യറി, നീതിന്യായ വിഭാഗത്തിൻ്റെ ഘടന എന്താണ് എന്നുള്ളത്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് നോക്കിയിട്ട് പോവുക. ഘടന എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് ഘടന, അതായത് ഇന്ത്യൻ സുപ്രീം കോടതി, പിന്നെ താഴെ ഹൈക്കോടതി വരുന്നുണ്ട്, പിന്നെ ഏതാ വരിക, ജില്ലാ കോടതി വരുന്നുണ്ട്, ഏറ്റവും ലാസ്റ്റ് കീഴ്ക്കോടതികൾ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ജുഡീഷ്യറിയുടെ ഘടന, സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം മീൻസ് ഓരോ കോടതികളുടെ പേരും ഈ കോടതികൾ എന്തൊക്കെ കർമ്മങ്ങളാണ് ചെയ്യുന്നത് അതുകൂടി നമ്മൾ നോക്കിയിട്ട് പോവുക. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ചോദ്യമാണ് ഏത്, സുപ്രീം കോടതിയുടെ അധികാര പരിധി, അതായത് ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട്. ഇത് ഒരു 4-5 മാർക്കിനൊക്കെ ഷോർട്ടസ്റ്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. സുപ്രീം കോടതിയുടെ അധികാര പരിധി, ഏതൊക്കെ അധികാര പരിധിയാണുള്ളത്? ഇതൊക്കെയാണ് കേട്ടോ. തനത് അധികാരങ്ങൾ, അപ്പീൽ അധികാരങ്ങൾ, പിന്നെ എന്താ, ഉപദേശാധികാരം, റിട്ടുകളുണ്ട്, പ്രത്യേക അധികാരങ്ങളുണ്ട്. തനത് അധികാരം എന്ന് പറയുന്നത് ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ പറയാം. പിന്നെ റിട്ടധികാരം റിട്ട് ജൂറിസ്ഡിക്ഷൻ ആണ്. അപ്പീൽ അധികാരം അപ്പീലേറ്റഡ് ജൂറിസ്ഡിക്ഷൻ എന്ന് പറയാം. പിന്നെ ഏതാ വരിക, ഉപദേശാധികാരം അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഇതാ ഈ അനുച്ഛേദങ്ങളുണ്ടോ, 137, പിന്നെന്താ ആർട്ടിക്കിൾ 144, ഇത് രണ്ടും എന്താണെന്നുള്ളത് നമുക്ക് 1 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അതും നിങ്ങൾ നോക്കിയിട്ട് പോകും. അപ്പോൾ ആ ഒരു ജൂറിസ്ഡിക്ഷൻ, ആ ഒരു ക്വസ്റ്റ്യൻ എന്താണ്, എല്ലാവരും ആ ക്വസ്റ്റ്യൻ നന്നായിട്ട് തന്നെ പഠിച്ചിട്ട് പോവുക. ഇനി നോക്കൂ, അടുത്ത് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ജുഡീഷ്യൽ ആക്ടിവിസം. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ സെയിം തന്നെയാണ്. അതായത് പൊതു താല്പര്യ ഹർജി എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ജുഡീഷ്യൽ ആക്ടിവിസം എന്താണ് എന്നും ഈ ജുഡീഷ്യൽ ആക്ടിവിസം കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്, കോട്ടങ്ങൾ എന്തൊക്കെയാണ്, മീൻസ് മെറിറ്റ്സും ഡിമെറിറ്റ്സും എന്താണെന്നൊക്കെ നമുക്ക് ഒരു ഷോർട്ടസ്റ്റ് ആയിട്ട് 4-5 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ജുഡീഷ്യൽ ആക്ടിവിസം എന്താണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി അങ്ങനെ ഷോർട്ടസ്റ്റ് ആയിട്ട് ചോദിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, ജുഡീഷ്യൽ ആക്ടിവിസം എന്താണെന്ന് ഒരു 2-3 മാർക്കിന് അങ്ങനെയും ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്താണ് ആ ഒരു കാര്യം, ആ ഒരു ടേം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് അടുത്ത് വരുന്ന ചാപ്റ്ററാണ് നമ്മുടെ 7ാമത്തെ ചാപ്റ്റർ കേട്ടോ. ഓക്കെ, പിന്നെ ഞാനിത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് മാത്രമാണ് കേട്ടോ പറഞ്ഞു പോകുന്നത്. അതായത് മീൻസ് PYQസിൽ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ള, നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ടോപ്പിക്സാണ് നമ്മൾ എന്താണ് ഓരോ ചാപ്റ്ററിൽ നിന്നും പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ 7ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഫെഡറലിസം ആണ്. ഓക്കെ, ഫെഡറലിസം. ഓക്കെ, ഫെഡറലിസത്തിനകത്ത് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക എന്നുള്ളത്. ആദ്യമേ തന്നെ ഈ ഫെഡറലിസം എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ജസ്റ്റ് എന്താ പറയുക, മേ ബി ഡിഫൈൻ ചെയ്യാനായിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഫെഡറലിസം എന്താണ്, മീൻസ് നമുക്കറിയാലോ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിലുള്ള ആ ഒരു സിസ്റ്റം, ആ ഒരു റിലേഷൻഷിപ്പ്, അതാണ് ഫെഡറലിസം. ഫെഡറലിസത്തിൻ്റെ ഫ്യൂച്ചേഴ്സൊക്കെ പറയുന്നുണ്ട്. സോ ഫെഡറലിസം എന്താണെന്നും അതിൻ്റെ സവിശേഷത എന്താണെന്നും ഒക്കെ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ. ഓക്കെ, പിന്നെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫെഡറലിസത്തെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഫെഡറലിസം ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അതായത് നമ്മുടെ ഇന്ത്യക്കകത്തെ ഫെഡറലിസത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വായിച്ച് വച്ചേക്കുക കേട്ടോ. ഇനി നമുക്ക് വരുന്ന ഒരു കാര്യമാണ് ഈ പവേഴ്സ്. നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് മീൻസ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്കകത്ത് അധികാരങ്ങളെ, ഈ ഫെഡറലിസത്തിനകത്ത് തന്നെ അധികാരങ്ങളെ 3 ലിസ്റ്റുകളിലാക്കി വെച്ചിട്ടുണ്ട്. കേന്ദ്ര ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, സംയുക്ത ലിസ്റ്റ്. നമുക്ക് ഇംഗ്ലീഷിൽ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, പിന്നെ എന്താ കൺകറൻറ്റ് ലിസ്റ്റ് എന്ന് നമ്മൾ പറയും.
ഈ 3 ലിസ്റ്റിലും കിടക്കുന്നില്ലേ ഓരോ കാര്യങ്ങൾ. ഈ ഓരോ ലിസ്റ്റിനകത്തും വരുന്ന ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചിട്ട് പോവുക. കാരണം നമുക്ക് മാച്ച് ദ ഫോളോവിങ് 1 മാർക്സ് ആ ലെവലിലൊക്കെ നമ്മൾ എന്താ പറയുക കൺഫ്യൂസ് ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള രീതിയിലൊക്കെ ഇവിടെ നിന്ന് ചോദ്യങ്ങൾ വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചോദിക്കുകയാണ് കൃഷി ഏത് ലിസ്റ്റിൽ പെടുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്താണ് ഡൗട്ട് വരാൻ പാടില്ല, സംസ്ഥാന ലിസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ഇത് കൃത്യമായിട്ടൊന്ന് വായിച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ആകെപ്പാട് ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളൊരു മേഖലയാണ്ടാണ് അതൊന്ന് സ്ട്രെസ് ചെയ്ത് പറഞ്ഞത്. ഓക്കെ, അത്രയേ ഉള്ളൂ. പിന്നെ ഇനി ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ഒരു 8 മാർക്കിൻ്റെ എസ് ചോദ്യം ഉണ്ട് കേട്ടോ. എസ് ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു ചാപ്റ്ററിൻ്റെ അവസാന ഭാഗത്തായിട്ടാണ് വരിക. ഇന്ത്യൻ ഫെഡറൽ വ്യവസ്ഥയിലെ സംഘർഷങ്ങൾ എന്തെല്ലാമാണ്, അതായത് കോൺഫ്ലിക്ട്സ് ഇൻ ദ ഇന്ത്യൻ ഫെഡറലിസം. ഓക്കെ, ഇന്ത്യൻ ഫെഡറലിസത്തിനകത്തുള്ള കോൺഫ്ലിക്ട്സ്, പ്രശ്നങ്ങൾ, സംഘർഷങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ അവിടെ 4 കാര്യങ്ങൾ ഒരു 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. നോക്കൂ, ഒന്നാമത്തെ കാര്യം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിനെ പറ്റി പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ എഴുതണം. രണ്ടാമത് സ്വയംഭരണത്തിനുള്ള അവകാശവാദങ്ങൾ, ഡിമാൻഡ് ഫോർ ഓട്ടോണമി, അതിനെക്കുറിച്ച് നമ്മൾ എഴുതണം. മൂന്നാമതായിട്ട് രാഷ്ട്രപ്രതി ഭരണവും പിന്നെന്താ ഗവർണർമാരുടെ പങ്കും, റോൾ ഓഫ് ഗവർണേഴ്സ് ആൻഡ് പ്രസിഡൻസ് റൂൾ. ഓക്കെ, അപ്പോൾ രാഷ്ട്രപതി ഭരണവും ഗവർണർമാരുടെ പങ്കിനെ പറ്റിയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. പിന്നെ നാലാമതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതുവരും പുതിയ സംസ്ഥാനങ്ങൾക്കായുള്ള അവകാശങ്ങൾ, ഡിമാൻഡ് ഫോർ ന്യൂ സ്റ്റേറ്റ്സ്, അത് നമ്മൾ പഠിക്കണം. പിന്നെന്താ അടുത്ത 5-മതായിട്ട് അന്തർ സംസ്ഥാന സംഘർഷങ്ങൾ, ഇന്റർ സ്റ്റേറ്റ് കോൺഫ്ലിക്ട്സ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സബ് ടോപ്പിക്സ് ആയിട്ട് വരുന്നതാണ്. ഈ സബ് ടോപ്പിക്സ് എഴുതി പിന്നെ നമുക്ക് ഇതും വേണമെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് കേട്ടോ. മറ്റത് അതുവരെ മതി. പിന്നെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു പോർഷനൊക്കെ കൂടി മെൻഷൻ ചെയ്ത് പോകാം. എന്തായാലും ആദ്യം പറഞ്ഞ 5 സബ് ടോപ്പിക്സ് നമ്മൾ എന്തായാലും നിർബന്ധമായിട്ട് എല്ലാം കൃത്യമായിട്ട് എക്സ്പ്ലനേഷൻ സഹിതം നമ്മൾ പഠിച്ചിട്ട് പോവേണ്ടത് തന്നെയാണ് കേട്ടോ. ചിലപ്പോൾ പിന്നെ നമുക്ക് ഹിൻറ്റുകൾ തരാൻ ചാൻസ് ഉണ്ട്. 8 മാർക്കിന് നമുക്ക് വന്നിട്ട് ഇതിൽ ഏതൊക്കെ സബ് ടോപ്പിക്കുകൾ എഴുതണമെന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നെ മിക്കവാറും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ എന്തായാലും അത്രയും കാര്യങ്ങൾ അതൊരു 8 മാർക്കിന് എസ്സേ കണക്കാക്കി തന്നെ പഠിക്കുക. ഉറപ്പായിട്ടും 8 മാർക്കിന് വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 5-6 മാർക്കിന് ഷോർട്ടസ്റ്റ് ആയിട്ടും വരാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് 8-ാമത്തെ ചാപ്റ്റർ പ്രാദേശിക ഗവൺമെൻറ് ആണ്, ലോക്കൽ ഗവൺമെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ പ്രാദേശിക ഗവൺമെൻറ് എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഏതാണ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. യെസ്, നമ്മുടെ 73rd 74th അമെൻമെൻറ്റ് 8 മാർക്കിൻ്റെ എസ്സേ ചോദ്യമാണ്. ഓക്കെ, എല്ലാവരും നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോവുക. ഓക്കെ, ഇതിന് പ്രത്യേകിച്ച് അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഇതൊന്നും പറയാനില്ല. കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് ഇല്ലാണ്ടൊരു ചോദ്യ പേപ്പർ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ലോക്കൽ ഗവൺമെൻറ്റിനെ പറ്റിയിട്ട്, അതായത് ലോക്കൽ ഗവൺമെൻറ് നമ്മുടെ റീജിയണൽ ലെവലിലും പിന്നെന്താ ഒരു ദാറ്റ് ഈസ് റൂറൽ ലെവലിലും അർബൻ ലെവലിലും ഒക്കെ വരുന്നത് ഈ 73rd 74th അമെൻമെൻറ്റ്സിലൂടെയാണല്ലോ. 73ഉം 74ഉം ഭേദഗതികളെ പറ്റിയിട്ട് കൃത്യമായിട്ട് പഠിക്കുക. 73 ഭേദഗതി പഠിക്കുമ്പോൾ എന്തൊക്കെ പഠിക്കണമെന്നുള്ളത് പറഞ്ഞുതരാം. ത്രിതല ഘടന, 3 ടയർ സ്ട്രക്ചറിനെ പറ്റി പഠിക്കുന്നുണ്ട്, അത് നിങ്ങൾ പറയണം. പിന്നെന്താ അടുത്തത് തെരഞ്ഞെടുപ്പുകൾ, ഇലക്ഷൻസിനെ പറ്റി പറയണം. 5 വർഷം കൂടുമ്പോഴാണ് നടക്കുക. സംവരണം, റിസർവേഷൻസ് ആർക്കൊക്കെ കൊടുത്തു എന്നുള്ളത് പറയണം. വിഷയങ്ങളുടെ കൈമാറ്റം, ട്രാൻസ്ഫർ ഓഫ് സബ്ജക്ട്സിനെ പറ്റിയിട്ട് പറയണം. പിന്നെന്താ പറയണ്ടേ, ഇനിയുണ്ട് കേട്ടോ. അതായത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണേഴ്സിനെയൊക്കെ നിയമിച്ച കാര്യങ്ങളാണ് പറയുന്നത്, അത് പറയണം. പിന്നെ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനെ പറ്റിയിട്ടും പറയണം. ഇത്രയും കാര്യങ്ങൾ പറയാം. പിന്നെ 74ാം ഭേദഗതിയെ പറ്റി പറയണം. പിന്നെ ഇത് രണ്ടും തമ്മിലുള്ള നടപ്പിലാക്കിയപ്പോൾ തന്നെ വന്ന പ്രശ്നങ്ങളെ പറ്റിയും നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ ബേസ് ചെയ്തിട്ട് വീണ്ടും ഒരു ടോപ്പിക്ക് പറയുന്നുണ്ട്. ഇതും എല്ലാവരും കൃത്യമായിട്ട് പറയണം. പിന്നെ ഇത് നമുക്ക് ചിലപ്പോൾ 73rd മാത്രമായിട്ട് ചോദിക്കാം, 74th മാത്രമായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടി ചേർത്ത് ചോദിക്കാം. ഇനി അഥവാ ഇൻ കേസ് 8 മാർക്കിന് വന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇതിലേതെങ്കിലും ഒന്ന് എവിടെ വരും, ഷോർട്ടസ്റ്റ് ആയിട്ട് നമുക്കൊരു 5-6 മാർക്കിന് എഴുതുന്ന ഒരു സെക്ഷൻ ഉണ്ടല്ലോ, അതിനകത്തും വരും. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ഇത് മാത്രം പഠിച്ചാലും മതി. ഓക്കെ, ഇത് തന്നെയാണ് അവിടെ ഡീറ്റെയിലേഷൻ കൊടുത്തിട്ടുള്ളത്. മാക്സിമം വായിക്കാൻ പറ്റുന്നിടത്തോളം കണ്ടന്റ് വായിച്ച് പഠിച്ചിട്ട് പോകണം കേട്ടോ, ആ ഒരു 73rd 74th അമെൻമെൻറ്റിനെ പറ്റിയിട്ട്. ഇനി 9ാമത്തെ പാഠത്തിൽ നിന്ന് വരുമ്പോൾ ഭരണഘടന ഒരു സജീവ പ്രമാണം എന്ന നിലയിൽ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിങ് ഡോക്യുമെൻ്റ് ആണ് നമ്മുടെ 9th ചാപ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ആദ്യമേ നമ്മൾ പഠിക്കേണ്ട ഒരു ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതാണ് ഹൗ ടു അമെൻഡ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന എങ്ങനെ ഭേദഗതി ചെയ്യാമെന്നുള്ളതാണ് നമുക്ക് വരുന്ന ഒരു ഷോർട്ടസ്റ്റ്, ഒരു 5 മാർക്കിനൊക്കെ ചോദിക്കുന്നതാണ്. സോ പല മെത്തേഡ് ഉണ്ടല്ലോ, കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഭേദഗതി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് ഈ ഒരു ടോപ്പിക്ക് എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്താ പറയുക, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നത് ആ ഒരു ടോപ്പിക്ക് തന്നെയാണ്. ഈ ഒരു അതായത് ഭരണഘടനയെ നമുക്ക് എങ്ങനെ ഭേദഗതിപ്പെടുത്താം എന്നുള്ള രീതിയിലാണ് നമുക്ക് ചോദ്യം കണ്ടിട്ടുള്ളത് കേട്ടോ. സോ അതാണ് നമ്മളിവിടെ പറയുന്നത്. പിന്നെ നമുക്ക് ഇനി അടുത്ത് പറയുന്നൊരു ടോപ്പിക്കാണ്
ഇതാ കണ്ടോ, അതായത് നമുക്ക് ഇന്ത്യയിൽ അമെൻമെൻറ്റ്സ് എന്താ പറയുക ഒരുപാട് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചിരുന്നാൽ മതി കേട്ടോ. ബാക്കി കാരണം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് അങ്ങനെ വേറെ അധികം കണ്ടിട്ടില്ല. ഈ ഒരു ചോദ്യമാണ് റിപ്പീറ്റ് ചെയ്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടിട്ടുള്ളത്. പിന്നെ ഇതാ ഈ ഒരു കോൺട്രവേഴ്സ്യൽ അമെൻമെൻറ്റ്സിലെ വിവാദമായ ഭേദഗതികൾ എന്ന് പറഞ്ഞിട്ടൊരു കുഞ്ഞു പോർഷൻ ഉണ്ട്. അപ്പം അത് നമുക്കൊരു വൺ വേർഡ് ലെവലിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഏതൊക്കെ ഭേദഗതികളാണ് വിവാദമായിട്ടുള്ളത്, കോൺട്രവേഴ്സ്യലായിട്ട് മാറിയത് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ ഇത് ഒന്ന് നോക്കി വയ്ക്കുക. അടിസ്ഥാന ഘടനയും ഭരണഘടനയുടെ പരിണാമവും, ബേസിക് സ്ട്രക്ചർ ആൻഡ് എവല്യൂഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ മറ്റേ കേശവാനന്ദ ഭാരതി കേസിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കേസ് റിലേറ്റ് ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്യുക, ഈ ഒരു ടോപ്പിക് ബേസിക് സ്ട്രക്ചർ ഇല്ലേ, ആ ഒരു ടോപ്പിക് കൂടി ഒന്ന് വായിച്ചു വെച്ചേക്കാം. ഓക്കെ, യെസ്. പിന്നെ നമുക്ക് ചിലപ്പോഴൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഇതാ ഈ ഒരു ടോപ്പിക്, കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിങ് ഡോക്യുമെൻറ്റ്, ഭരണഘടന ഒരു സജീവ പ്രമാണം എന്ന നിലയിൽ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു ഡോക്യുമെൻ്റ് എന്ന നിലയ്ക്ക് നമുക്കതിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലെവലിലൊക്കെ ചോദിക്കാറുണ്ട്. ഇന്നും സജീവ പ്രമാണമാണോ നമ്മുടെ ഭരണഘടന എന്നുള്ള നിലയ്ക്ക് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചോദിക്കാം. അപ്പോൾ അത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വായിക്കുക. പക്ഷേ ഇതിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് മറ്റേ അമെൻമെൻറ്റ്സിൻ്റെ ആ ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഫസ്റ്റ് കാണിച്ചില്ലേ അത്. ഇനി നമുക്ക് 10ാമത്തെ ചാപ്റ്ററിലോട്ട് പോകാം, ദ ഫിലോസഫി ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമുക്ക് ഭരണഘടനയുടെ തത്വശാസ്ത്രം, ദ ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്താ പറയുക, 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് വരിക. ഒന്നാമത്തത് ഒരു 8 മാർക്കിൻ്റെ എസ്സേ ആണ്. നമുക്കറിയായിരിക്കുമല്ലോ, ദാറ്റ് ഈസ് നമ്മുടെ ഫിലോസഫി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തന്നെയാണ് ഈ എസ്സേ ടോപ്പിക്കായിട്ടും വരുന്നത്. ഒരു കുറേ സബ് ടോപ്പിക്സുകൾ ഇതിനകത്ത് പഠിക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ അതെല്ലാം നമ്മൾ എക്സ്പ്ലനേഷൻ സഹിതം എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് കണ്ടോ, എന്താണ് നമ്മുടെ ഭരണഘടനയുടെ രാഷ്ട്രീയ തത്വശാസ്ത്രം. ഓക്കെ, ഈ പൊളിറ്റിക്കൽ ഫിലോസഫി എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് ചോദിക്കാം. ദാറ്റ് ഈസ് ഇത് തന്നെയാണ്, ഈ ചാപ്റ്ററിൻ്റെ പേര് തന്നെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പൊളിറ്റിക്കൽ ഫിലോസഫി എന്താണ്, രാഷ്ട്രീയ തത്വശാസ്ത്രം എന്താണ് എന്ന് നമുക്ക് 8 മാർക്കിന് എസ്സേ ആയിട്ട് ചോദിക്കുന്നതാണ്. അവിടെ നമ്മൾ എഴുതേണ്ടത് വ്യക്തി സ്വാതന്ത്ര്യം അഥവാ ഇൻഡിവിജ്വൽ ഫ്രീഡത്തെ പറ്റിയിട്ട് നമ്മൾ എഴുതണം. ഇതൊക്കെ ഓരോ സബ് ടോപ്പിക്കുകളാണ്, കുഞ്ഞു ടോപ്പിക്സുകളാണ്, എക്സ്പ്ലനേഷൻ കൊടുത്ത് വേണം എഴുതാൻ വേണ്ടിയിട്ട്. സോ വ്യക്തി സ്വാതന്ത്ര്യം അഥവാ ഇൻഡിവിജ്വൽ ഫ്രീഡത്തെ പറ്റിയിട്ട് നമ്മൾ എഴുതണം. സാമൂഹ്യ നീതി അല്ലെങ്കിൽ സോഷ്യൽ ജസ്റ്റിസിനെ പറ്റിയിട്ട് നമ്മൾ എഴുതണം. പിന്നെ എന്തിനെക്കുറിച്ചാണ് എഴുതേണ്ടത്, യെസ്, വൈവിധ്യങ്ങളെയും ന്യൂനപക്ഷ അവകാശങ്ങളെയും ബഹുമാനിക്കൽ, റെസ്പെക്ട് ഫോർ ഡൈവേഴ്സിറ്റി ആൻഡ് മൈനോറിറ്റി റൈറ്റ്സ്, ഇത് 3ാമത്തെ സബ് ടോപ്പിക്കാണ്. 4ാമതായിട്ട് വരുന്നത് മതേതരത്വം, സെക്യുലറിസത്തെ പറ്റിയിട്ട്. ഓക്കെ, സെക്യുലറിസമാണ് മതേതരത്വം. ഓക്കെ, അപ്പോൾ 4ാമത്തെ ആ ഒരു സബ് ടോപ്പിക്കിനെ പറ്റിയിട്ട് നമ്മൾ എഴുതേണ്ടതുണ്ട്. പിന്നെ നോക്കിക്കോളൂ, ഇനിയുണ്ട് കേട്ടോ. ദ സാർവത്രിക വോട്ടവകാശം, യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഉണ്ടല്ലോ, അത് നമ്മൾ എഴുതണം. 5ാമത്തെ സബ് ടോപ്പിക്കായി. പിന്നെ 6ാമത്തത് ഫെഡറലിസത്തെ പറ്റിയിട്ട് നമ്മൾ എഴുതണം. പിന്നെന്താ, യെസ്, ദേശീയ സ്വത്വം, നാഷണൽ ഐഡൻറ്റിറ്റീനെ പറ്റിയിട്ട് കൂടി നമ്മൾ എഴുതാം. ഓക്കെ, ഇത്രയാണ് നമുക്ക് അവിടെ വരുന്ന ആ ഒരു എസ്സേക്ക് നമ്മൾ അത്രയും കാര്യങ്ങൾ, അതായത് ഇതുവരെയുള്ള കാര്യങ്ങളാണ്, ദേശീയ സ്വത്വം വരെയുള്ള കാര്യങ്ങൾ, നാഷണൽ ഐഡൻറ്റിറ്റി വരെയുള്ള കാര്യങ്ങൾ എഴുതുമ്പോഴാണ് ആ ഒരു പൊളിറ്റിക്കൽ ഫിലോസഫി എന്ന് പറയുന്ന, ദാറ്റ് ഈസ് തത്വശാസ്ത്രം, രാഷ്ട്രീയ തത്വശാസ്ത്രം എന്ന് പറയുന്ന ആ ഒരു എസ്സേ അവിടെ കംപ്ലീറ്റ് ആവുന്നത് കേട്ടോ. ഇനി ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ഈ ഒരു ചാപ്റ്ററിന് 2 ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സാണ് ഉള്ളത്. 2ാമത്തെ ടോപ്പിക്കാണ് ഈ വിമർശനങ്ങൾ, ക്രിറ്റിസിസംസ് എന്ന് പറയുന്നത്. വേറെ എന്തിൻ്റെ വിമർശനമാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നേരെ ഉയർന്നു വന്നിട്ടുള്ള വിമർശനങ്ങളെ പറ്റിയിട്ടാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത് കേട്ടോ. അത് നമ്മൾ എപ്പോഴും പഠിക്കുന്നത് എന്താ, ഫസ്റ്റ് ചാപ്റ്റർ മുതൽ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന അല്ലേ. നമ്മൾ ഇതിൻ്റെ ഒരുപാട് നല്ല നല്ല സൈഡുകളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചു വരുന്നത് അല്ലേ. പക്ഷെ നമുക്ക് ആദ്യമായിട്ടാണ് നമ്മൾ ഇതിൻ്റെ വിമർശനങ്ങളെ പറ്റിയിട്ട് ഒരു ടോപ്പിക്ക് പഠിക്കുന്നത്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പം അത് നമ്മൾ പഠിച്ചിട്ട് തന്നെ പോകണം. അത് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ ഒരു ഷോർട്ടസ്റ്റ് ലെവലിലാണ് ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ചും ആ പൊളിറ്റിക്കൽ ഫിലോസഫി അതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. പബ്ലിക് എക്സാമിന് മസ്റ്റായിട്ടും വരുന്നതാണ്. നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റിനും ഉറപ്പായിട്ടും അത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ആ പൊളിറ്റിക്കൽ ഫിലോസഫി എന്ന് പറയുന്ന 8 മാർക്കിൻ്റെ ചോദ്യമില്ലേ അത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സെക്ഷനോട് കൂടി ഈ ഒരു ഫസ്റ്റ് പാർട്ടിലെ 10 ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. മീൻസ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൻ്റെ റിലേറ്റ് ചെയ്തുള്ള വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊളിറ്റിക്കൽ തിയറിയിലുള്ള പോർഷൻസ് ആണ് വരുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് മീൻസ് ഏത് തരത്തിലുള്ള വീഡിയോസാണ് വേണ്ടത്, അങ്ങനെ എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, വേറെയും നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് സബ്ജക്ട്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. പൊളിറ്റിക്സ് മാത്രമല്ല വേറെയും വിഷയങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ.